നമസ്കാരം. വലിയ കണക്കുകൂട്ടലുകളിലാണ് BJP ദേശീയ നേതൃത്വം. കേരളത്തിൽ ഭരണം പിടിച്ചെടുക്കുവാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് ഇപ്പോൾ അവർ. അതിനായി ഒരു വലിയ സഖ്യം തന്നെ രൂപീകരിക്കുവാൻ ഒരുങ്ങുകയാണ് BJP. NDA മുന്നണി വിപുലീകരിക്കുന്നു. അതിനായി അദ്ദേഹം PC ജോർജിന് പിന്നാലെ ജോസ് കെ മാണിയെയും BJPയിലേക്ക് ക്ഷണിക്കുകയാണ്. രാജ്യസഭാ സീറ്റും കേന്ദ്രമന്ത്രി സ്ഥാനവും ജോസ് കെ മാണിക്ക് വാഗ്ദാനം ചെയ്തതായിട്ടാണ്, അങ്ങനെ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് BJP ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. LDFിൽ ഈ ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയില്ല എങ്കിൽ കേരള കോൺഗ്രസിനെ ഒന്നടങ്കം NDAയിൽ എത്തിക്കുന്നതിനുള്ള പദ്ധതികളാണ് ഇപ്പോൾ BJP ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരാളെ മാത്രമായിട്ടല്ല, എല്ലാ കേരള കോൺഗ്രസുകളെയും ഒരുമിച്ച് കൊണ്ടുവരിക. ഇതിനായിട്ട് മധ്യ കേരളത്തിൽ തന്നെയുള്ള പ്രമുഖ കേരള കോൺഗ്രസ് നേതാവ് ചർച്ചകൾക്ക് ചുക്കാൻ പിടിച്ചതായിട്ടാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു ലഭിച്ചിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് തന്നെയാണ് ഈ വിവരങ്ങൾ വരുന്നത്. 2 MPമാരും 7 MLAമാരുമാണ് UDFിൽ ഉണ്ടായിരുന്നപ്പോൾ കേരള കോൺഗ്രസിന് അന്നുണ്ടായിരുന്ന സാഹചര്യം. എന്നാൽ ഇന്ന് കേരള കോൺഗ്രസ് എമ്മിൻ്റെ MLAമാരുടെ എണ്ണം 5ആയി കുറയുന്നു. രാജ്യസഭയിലും പാർലമെന്റിലും കേരള കോൺഗ്രസ് എം എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് സാന്നിധ്യമില്ലാതെയാകുന്നു. ഈ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എമ്മിൽ അസംതൃപ്തി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതാണ് BJP മുതലാക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ എത്ര കടുത്ത അതൃപ്തി ഉണ്ടെങ്കിലും UDFിലേക്ക് മടങ്ങിപ്പോകുവാൻ കേരള കോൺഗ്രസിന് നിലവിൽ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിലാണ് BJP കേരളത്തിൽ നിന്നും കേരള കോൺഗ്രസ് എമ്മിന് NDAയിലേക്ക് പാലമിടുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇനി അടുത്ത ജനപ്രതിനിധിയാകണമെങ്കിൽ ജോസ് കെ മാണിക്ക് വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ ഈ സാഹചര്യത്തിൽ നിലവിൽ NDAയുടെ ഭാഗമാകുക മാത്രമാണ് ഇപ്പോൾ ജോസ് കെ മാണിക്ക് മുന്നുള്ള ഏക വഴി എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ആ വഴി സ്വീകരിക്കുകയാണെങ്കിൽ BJP നേതൃത്വം കൃത്യമായും ജോസ് കെ മാണിയെ രാജ്യസഭാ MP ആക്കും. അടുത്തിടെ BJPയിൽ ചേർന്ന മുൻ സർക്കാർ ചീഫ് വിപ്പായിരുന്ന PC ജോർജ് ഉണ്ടല്ലോ, ആ PC ജോർജ് ജോസ് കെ മാണിയെ NDAയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൽ ആദ്യമായിട്ട് തൃശ്ശൂരിൽ ഒരു MPയെ വിജയിപ്പിക്കുവാൻ സാധിച്ചതിൻ്റെ വലിയ ആത്മവിശ്വാസം ഇപ്പോൾ BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയെ ഒപ്പം കൂട്ടിയാൽ ക്രൈസ്തവ വിഭാഗങ്ങളെ കൂടെ നിർത്തി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാവുമെന്ന് തന്നെയാണ് BJPയുടെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. അതായത് 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ ജോസ് കെ മാണിക്കായിട്ട് കളമൊരുക്കി കാത്തിരിക്കുകയാണ് BJP എന്ന് പറയാം. അപ്പോൾ കോട്ടയവും ഈരാറ്റുപേട്ടയും പാലയും ഉൾപ്പെടുന്ന മധ്യ കേരളത്തിൽ വലിയ ശക്തിയായി മാറുവാൻ കരുത്തുള്ള കേരള കോൺഗ്രസ് എമ്മിനെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പാർട്ടികളെ ഒന്നിച്ച് ഒപ്പം കൂട്ടി NDA മുന്നണിയുടെ ഭാഗമാക്കി മാറ്റിയാൽ അതൊരു വലിയ ശക്തിയായി കണക്കാക്കാൻ കഴിയും. ഇനി അവർ ചിന്തിക്കുന്നത് മറ്റൊന്നാണ്. ഞാൻ ഒരിക്കൽ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗ്, അസംതൃപ്തരായ മുസ്ലിം ലീഗ് വിഭാഗമുണ്ട്. അതായത് UDFിന് 2026 ഇലക്ഷനിൽ ഈ തിരഞ്ഞെടുപ്പിൽ ഭരണം ലഭിക്കില്ല എന്നൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നതെങ്കിൽ മുസ്ലിം ലീഗ് UDF വിട്ട് LDFിൽ എന്തായാലും പോകില്ല. അവർ പോകുന്നത് NDAയിലേക്കായിരിക്കും. മതേതര മുഖം കാത്തുസൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗ് കൂടി ഈ NDAയുടെ ഭാഗമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ മലപ്പുറവും ഒപ്പം തന്നെ കോട്ടയവും, അതായത് മധ്യ കേരളവും അങ്ങ് നമ്മുടെ വടക്കൻ കേരളം അടക്കമുള്ള മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്തുവാനും വോട്ടുകൾ നേടിയെടുക്കുവാനും സീറ്റുകൾ പിടിച്ചെടുക്കുവാനും BJPക്ക് കഴിയുമെന്നുള്ളതാണ്. കോഴിക്കോടും കണ്ണൂരും ഒഴികെ ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ ശക്തമായ വേരുറപ്പിക്കൽ നടത്തുവാൻ BJPക്ക് അതിനോടൊപ്പം കഴിയുകയും ചെയ്യും. മലപ്പുറം ഏരിയയിൽ അല്ലെങ്കിൽ മലപ്പുറം ഉൾപ്പെടുന്ന ഏരിയയിൽ മുസ്ലിം ലീഗിൻ്റെ കൂട്ടായ്മയും കോട്ടയം മേഖലകളിൽ കേരള കോൺഗ്രസിൻ്റെ കൂട്ടായ്മയും കൂടി ആയിക്കഴിഞ്ഞാൽ വലിയൊരു വിഭാഗം ജനപിന്തുണ BJPക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ 2026 എത്തപ്പെടുമ്പോൾ ഒരു MPയെ തിരഞ്ഞെടുക്കപ്പെട്ട തൃശ്ശൂരിൽ നിന്നും 7 നിയോജക മണ്ഡലങ്ങളിൽ വലിയ മാറ്റങ്ങൾ, വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന കണക്കുകൾ വരുമ്പോൾ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്താണ് BJP ഇപ്പോൾ. കൂടാതെ 8 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തും എത്തിയിരിക്കുന്നു. അങ്ങനെ 19 നിയോജക മണ്ഡലങ്ങളിൽ വലിയ സാന്നിധ്യം അറിയിക്കുവാൻ BJPക്ക് കഴിഞ്ഞതുകൊണ്ട് തന്നെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഏകദേശം ഒരു 30-35ഓളം സീറ്റുകളിൽ മുന്നേറ്റം നടത്തുവാൻ BJPക്ക് കഴിയുകയും ഒപ്പം തന്നെ മധ്യ കേരളത്തിലും മലപ്പുറത്തും മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസ് എമ്മിൻ്റെയും സീറ്റുകൾ കൂടി നേടിയെടുക്കുവാൻ കഴിഞ്ഞാൽ കേരളം 2026 ഭരിക്കാൻ പോകുന്നത് BJP ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം K കരുണാകരൻ്റെ പുത്രനായിട്ടുള്ള K മുരളീധരൻ കൂടി BJPയിലേക്ക് വരികയാണെങ്കിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലായിരിക്കും K മുരളീധരനെ കൊണ്ടുവരാൻ പോകുന്നത്. അങ്ങനെ വലിയൊരു മാറ്റത്തിന് 2026 വേദിയാകാൻ പോകുകയാണ് ഈ കേരളമെന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ BJPയുടെ ദേശീയ നേതൃത്വം വലിയ തന്ത്രങ്ങൾ മെനയുകയാണ്. NDA വിപുലീകരണത്തിൻ്റെ ഭാഗമായിട്ട് കേരള കോൺഗ്രസ് എമ്മിനെയും മുസ്ലിം ലീഗിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു മുന്നേറ്റം നടത്തുവാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട്
ഈ മുന്നണി വിപുലീകരിക്കുകയും 2026-ൽ അസംതൃപ്തരെ മാറ്റി നിർത്തിക്കൊണ്ട് വലിയൊരു മുന്നേറ്റം നടത്തി BJP അധികാരത്തിലേക്ക് എത്തും എന്നുള്ള സൂചനകൾ തന്നെയാണ് ഇതിലൂടെ വരാൻ പോകുന്നത്.